കേരളത്തിന്റെ വിപ്ലവ നായിക രാഷ്ട്രീയ കേരളത്തിന് ആലപ്പുഴ നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് കെ.ആർ. ഗൗരിയമ്മയുടെ ചരിത്രമുറങ്ങുന്ന ഓർമ്മകളുറങ്ങുന്ന ഒരു കെട്ടിടമാണിത്. ഈ നാശോന്മുഖമായി കിടക്കുന്ന കെട്ടിടം 1995-ൽ CPIM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ഗൗരിയമ്മ രൂപീകരിച്ച JSS അഥവാ ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്. ഇത് പല നിർണായകമായ ചരിത്രപരമായ തീരുമാനങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഓഫീസ് ഇന്ന് വളരെ നാശോന്മുഖമായി കിടക്കുന്നു. മാത്രമല്ല, ബോർഡുകൾ തുരുമ്പിച്ച് താഴെ വീണിരിക്കുന്നു. ഈ നോക്കിയാൽ അറിയാം, ഗൗരിയമ്മയുടെ പാർട്ടി ഗൗരിയമ്മ ജീവിച്ചിരിക്കെ തന്നെ പിളർപ്പ് അഭിമുഖീകരിച്ചു. കുറച്ചാളുകൾ UDF-ൽ നിന്നു, കുറച്ചാളുകൾ LDF-ലേക്ക് വന്നു, കുറച്ചാളുകൾ എങ്ങുമില്ലാതെ നിൽക്കുന്നു. അവരുടെ ഈ 3 വിഭാഗത്തിൻ്റെതായ ഓർമ്മകളായിരിക്കണം 3 താഴിട്ടാണ് ഈ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് പൂട്ടിയിരിക്കുന്നത്. എന്തായാലും കനത്ത താഴുകൾക്ക് പോലും ഇപ്പോൾ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഗൗരിയമ്മയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ കെട്ടിടം സംരക്ഷിക്കാൻ 3 വിഭാഗങ്ങൾക്കും താല്പര്യമില്ല. ഗൗരിയമ്മയുടെ ചാത്തനാടെ വസതി ബന്ധുക്കൾക്കാണ് കൊടുത്തിരിക്കുന്നത്. സഹോദരിയുടെ മകൾ ബീന അടക്കമുള്ള ആളുകൾക്കാണ് അതിന്റെ ഈ ഉത്തരവാദിത്വം ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇത് ഈ കാണുന്ന ഈ ചരിത്രമുറങ്ങുന്ന അല്ലെങ്കിൽ വളരെ നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊണ്ട ഈ സ്ഥലം ഇപ്പോൾ ഈ തരത്തിൽ നശിക്കുകയാണ്. ഗൗരിയമ്മയെ പോലെ ഒരു നേതാവിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സ്ഥലത്തെ അതിനർഹമായ ആദരവ് നൽകി സംരക്ഷിക്കുന്നതിന് പകരം ഇത് ഇത്തരത്തിൽ ഇങ്ങനെ നാശനവുമായി കിടക്കുന്നു. നമുക്ക് സമീപത്തുള്ളവർക്ക് പോലും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ഇത് ഇങ്ങനെ കിടക്കുന്ന അപ്പം അയലത്തുകാർക്ക് ബുദ്ധിമുട്ടായിരിക്കുകയാണല്ലേ? അയലത്തുകാർക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർഷങ്ങളായിട്ട് ഇപ്പം ഇങ്ങനെ കിടക്കുകയാണ്. ഒരു 3 അവകാശികളാണ് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞത്. 3 പേരും 3 താഴെ വീണ് കിടക്കുന്നത് അതിൻ്റേതാണ്. ഇപ്പോൾ ഗൗരിയമ്മ ഉണ്ടായിരുന്ന കാലത്ത് വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോരുന്ന ഒരു സംഭവമാണ്. എല്ലാ കമ്മിറ്റികളും മറ്റു കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ട് അത് അവരുടെ മരണശേഷമാണ് ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. ശരിക്കും ഈ ഗൗരിയമ്മ പോലെ ആളുകൾ ചെയ്യുന്ന ഒരു അനാദരവാണ്. തീർച്ചയായിട്ടും. പിന്നെ കേരളം അറിയപ്പെടുന്ന ഏറ്റവും വലിയ വിപ്ലവ നായിക എന്നല്ല അവരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അവരെ പോലെ ഒരാളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവ് തന്നെയാണ് ഇതിങ്ങനെ നശിച്ചു പോകുന്നത്. ഇതിപ്പോൾ പരസ്പരം അവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളാണ്. എനിക്കാണ് അവകാശം എന്നുള്ള പരസ്പരമുള്ള ആ ഒരു സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ പേരിലാണ് ഇതിങ്ങനെ നശിച്ചു പോകുന്നത്. മാറിയിരിക്കുന്നത് ഇപ്പം ഇതിന്റെ മുമ്പിലെല്ലാം വേസ്റ്റ് ഇട്ടിരിക്കുന്നു. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം എന്താ കഴിഞ്ഞാൽ കേരളത്തിൽ മിനിസ്റ്ററായിട്ടിരുന്നു, MLA ആയിട്ടിരുന്നു, മാത്രമല്ല ജനസേവക, അങ്ങനെ ഏത് രീതി നോക്കിയാലും ഗൗരിയമ്മയെ പോലെ ഒരു വിപ്ലവ നായിക, അതായത് ലോകം കണ്ട ഒരു വിപ്ലവ നായിക എന്നാണ് പറയാം. ആ ഗൗരിയമ്മയുടെ ഈ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഈ രീതിയിൽ വന്നത് വളരെ ദയനീയമാണ്. അതായത് ഒരാളുടെ ഓർമ്മയോട് അവരുടെ ഓർമ്മകൾ പിൻപറ്റുന്നവർ അല്ലെങ്കിൽ അവരുടെ അനുയായികൾ എത്തരത്തിൽ പെരുമാറണം എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഗൗരിയമ്മയെ പോലെ ഒരു വലിയ നേതാവിനോട് അവരുടെ പിന്മുറക്കാർ കുറച്ചുകൂടി ആദരവോടുകൂടി അവർ അർഹിക്കുന്ന ഒരു ബഹുമാനം നൽകുന്ന തരത്തിൽ ഇടപെടണം. അതിന് അവരുടെ സ്മാരകങ്ങൾ, അതായത് അവരുടെ ഓർമ്മകൾ ജീവിക്കുന്ന സ്ഥലങ്ങളെ മാന്യമായി സംരക്ഷിക്കുകയെങ്കിലും വേണം. ഏറ്റവും കൂടുതൽ ഗൗരിയമ്മ CPM-ൽ പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ CPM എങ്കിലും ഇടപെട്ട് ഇത്തരം ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഈ ദുരവസ്ഥ ഒന്ന് മാറ്റിയെടുക്കണം. പ്രത്യേകിച്ചും ഈ ചപ്പും ചവറുമായി, അതായത് കേരളത്തിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സ്ഥലത്ത് ഈ നിലയിൽ കൈകാര്യം ചെയ്യുന്നത് അവരോടുള്ള തീർത്തും അനാദരവാണ്. അതിനുള്ള പരിഹാരം കാണണം എന്നാണ് ഇവിടെയുള്ള ആളുകളും ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ R. ശ്രീജിത്തിൻ, റിപ്പോർട്ടർ, ആലപ്പുഴ.